വരട്ടെ. മോഹന്റെ ഈ നിറം, സൗന്ദര്യം, ആരോഗ്യം, ഇതിന്റെ രഹസ്യം എന്താ? അന്നും ഇന്നും മോഹൻ ഒരുപോലെ ഇരിക്കുക. ഒരു വയസ്സ് കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ തോന്നുന്നില്ല. എവർഗ്രീൻ ഹീറോ ആണ് ദേവൻ എപ്പോഴും. എന്താണ് രഹസ്യം? മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണോ, അതോ അങ്ങ് സ്വയമേ എക്സസൈസ് ഒക്കെ ചെയ്ത് വെയിലൊന്നും അടിക്കാതെ വളരെ നേരത്തെ കിടക്കുമെന്നൊക്കെയുള്ളത് എനിക്കറിയാം. എന്താണ് അതിന്റെ കാരണം? ഈ രഹസ്യം എന്താണ്? ഇത്രയും നല്ല സൗന്ദര്യം, ആകാര ഭംഗിയും എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ് ദേവൻ. അതിന്റെ കാരണം ഒന്ന് വിശദീകരിച്ചു തരണം. എന്തെന്നാ പറയാ, ക്യാപ്റ്റൻ്റെ ഒരു ചോദ്യം. ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ തോന്നുന്നതാണ് കണ്ണാണ്. അല്ല, ഇതൊക്കെ പിന്നെ ദേവൻ ആഗ്രഹിച്ച് കിട്ടിയതോ ആഗ്രഹിക്കാതെ വന്നതല്ല. ഒന്നല്ല, നമ്മൾ വന്ന് ഭവിച്ചതാണ്. അതും നമുക്കൊരു അത് പിതാവിന്റെ ഒന്നും മാറ്റാൻ പറ്റില്ല. അമ്മമാരൊന്നും മാറ്റാൻ പറ്റില്ല അവര്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ദേവനെ കണ്ടാൽ ദേവനൊരു മുത്തച്ഛനായില്ലേ? ആയിട്ടില്ല. പക്ഷേ ആകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പക്ഷെ എന്നാലും ഈ പെൺപിള്ളേർക്ക് ഒന്ന് പ്രണയിച്ചാൽ കൊള്ളാന്നുണ്ട് ദേവനെ. ശരിയല്ലേ? ആണോ? ആണ്. കണ്ടോ? മോസ്റ്റ് വെൽക്കം. കുടുംബത്തിലേക്ക് പോകേണ്ടതാണ്. അല്ലേ, അവർക്കറിയാം എൻ്റെ സ്വഭാവം. ആണോ? ശരി. ലൈസൻസ് തന്നിരിക്കുകയാണോ? ലൈസൻസ് എന്നല്ല, ഞാൻ എങ്ങനെയാണെന്നുള്ളത് അവൾക്കറിയാം. കാരണം രാമപുരേട്ടൻ്റെ മകളെ ഞാൻ മാരി ചെയ്തിട്ടില്ല. എനിക്കറിയാം. താങ്കൾ രാമപുരേട്ടൻ്റെ മരുമോനും കൂടിയാണോ? അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഭയങ്കര വികൃതികളും കാര്യങ്ങളും എല്ലാ ദുശീലങ്ങളും അറിയാമോ? എല്ലാം അറിയാം. എല്ലാ ചുറ്റുകളും അറിയാം. എല്ലാം അറിയാം. അങ്ങനെയൊന്നും തുടരിലിടാൻ പറ്റില്ല എന്നറിയാം. അതും അറിയാം. ദേവനെ നിയന്ത്രിച്ചത്. അപ്പോൾ അവർ ദേവൻ്റെ എല്ലാ കുസൃത്തരങ്ങളും കുരുത്തക്കേടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു. അല്ലെ, പൊരുത്തപ്പെടാൻ വിധിക്കപ്പെട്ടു. പിന്നെ പ്രണയം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. പ്രണയം എന്ന് പറയുന്നത് എന്നാലും വേറൊരു സ്ത്രീയെ ദേവൻ പ്രണയിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ സുമയല്ലേ ഭാര്യയുടെ പേര്? സുമയ്ക്കൊരു വിഷമം ഉണ്ടാവില്ല ദേവ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ഇല്ലല്ലേ, ഉണ്ടായിട്ടില്ല. എങ്ങനെ കൈകാര്യം ചെയ്യാൻ തരം ഒരാൾക്ക് ജീവിതത്തിൽ എൻ്റെ കാര്യം പറയാം, എനിക്ക് മറ്റുള്ള കാര്യം എനിക്കറിയാം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതകാലത്ത് ഒരു പെണ്ണിനെ പ്രണയിക്കാൻ പറ്റൂ, പ്രണയം ആണെങ്കിൽ. മനസ്സിലായില്ലേ? ഞാൻ കോളേജിൽ ഒരുപാട് എൻ്റെ കോളേജ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരപരാഗണം. ഒരു മനുഷ്യന്, എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവമാണ്, വേറൊരാളും നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല. ഒരേ ഒരാളെ പ്രേമിക്കാൻ പറ്റില്ല. അതാണ് പ്രണയം. ആ വാക്കിന് നമ്മൾ പ്രണയം. ഓക്കെ, അതൊരു പ്രണയം. അപ്പം ദേവന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അപ്പം ദേവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്റെ കൂടെ പ്രണയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള 3 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും പ്രണയമല്ലായിരുന്നു. അതൊക്കെ വെറും ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ വെറും കമ്പമായിരുന്നു. കമ്പം. എനിക്ക് അങ്ങോട്ട് കമ്പം, അവർക്ക് എന്നോട്. പക്ഷേ ഈ കമ്പം അനുസ്യൂതമായി പിന്നീട് തുടർന്നു. തുടർന്നോ എന്ന് എനിക്കറിയില്ല, തുടരാനായിട്ട്. പക്ഷെ അതൊന്നും ഒരു പ്രണയമായിട്ട് ഞാൻ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് വർഷങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ അതായത് അനുഭവത്തിൻ്റെ പേരിൽ പറയാണ്, പ്രണയിക്കുന്ന ഒരാളെ മാത്രമേ പ്രണയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വെറും തമാശകൾ. അത് ഭാര്യയെ തന്നെ പ്രണയിക്കണമെന്നില്ലല്ലോ. ഇല്ല, അതിന് വേണമെന്നില്ല. ദേവന്റെ കാര്യത്തിൽ അതല്ലല്ലോ. അല്ല, എനിക്കറിയാം. അല്ല, എല്ലാവർക്കും അറിയാം. അതെ, എല്ലാവർക്കും അറിയാം. അതാണ് അങ്ങനെ ഒരുപാട്. അപ്പൊ ദേവന് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ഭാര്യ സുമ തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിച്ചു? അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞിട്ടില്ല. സമർത്ഥനാണ്. സമർത്ഥനാണ്. ഇനി ഈ അഭിമുഖം കാണുമ്പോൾ സുമ ചോദിക്കില്ലേ? ചോദിക്കാൻ അറിയില്ല. ആരാണ് ചിലപ്പോൾ ചോദിക്കും. ആരാണെന്ന് ചോദിക്കും. ഞാൻ പറയില്ല. ഞാൻ എന്നെ കൊണ്ടൊരു കുടുംബകലം ഉണ്ടാവുമോ? ഇല്ല, ഒന്നുമില്ല. ഉണ്ടായാലും പ്രശ്നം. അതായത് കുടുംബം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യില്ല. എന്തായാലും ചോദിക്കും അവര്. സുമ എന്തായാലും ചോദിക്കും. അതായത് ഞാനല്ലാതെ പ്രണയം ഉണ്ടെന്ന് ദേവേട്ടൻ പറഞ്ഞില്ല. എന്താ വിളിക്കുന്നത്? മോനേട്ടാ വിളിക്കുന്നത് വീട്ടിൽ? മോൻചേട്ടന് ഞാനല്ലാതെ പ്രണയമുണ്ടെന്ന് ആ ബ്രിട്ടാസിൻ്റെ മുമ്പിൽ പോയിട്ട് കുമ്പസാരിച്ചല്ലോ. പക്ഷേ എനിക്ക് അതിനോട് പരാതിയില്ല, പരിഭവമില്ല. എനിക്കറിയാം സുമ എന്താ പറയാൻ പോകുന്നത്, സുമ ചേച്ചി എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ അതാരാണെന്ന് അറിയണം എനിക്കൊരാഗ്രഹമുണ്ട്. അതറിഞ്ഞാൽ തന്നെയും എനിക്ക് അവരോട് ഒരു ശത്രുതയും ഉണ്ടാകില്ല. ഞാനിപ്പോൾ അവരോടുള്ള എൻ്റെ സമീപനം എന്താണോ അത് നിലനിർത്തും.
മോഹൻ ചേട്ടനോടും ആ സമരം നടത്തും എന്ന് പറഞ്ഞാൽ ആളുടെ പേര് പറഞ്ഞു കൊടുക്കുമോ? പറയില്ല. എന്തിനാ അത് പറയേണ്ട ആവശ്യം എന്താ? ഒരിക്കലും പറയില്ല. അത് എൻ്റെ സ്വകാര്യമായ ജീവിതത്തിലെ ഒരു കാര്യമാണ്. അത് നമ്മൾക്ക് അങ്ങനെ ഒരു ചർച്ച ചെയ്ത് ജീവിക്കുന്നതല്ല. പ്രണയം സംതിങ് വെരി. താങ്കൾക്ക് പരിപൂർണമായ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ആ പ്രണയം നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ താങ്കൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം പ്രദാനം ചെയ്തത് ആ പ്രണയമാണ്. തീർച്ചയായിട്ടും. ഒരുപാട് ജീവിത ദശാസന്ധികളിൽ താങ്കളെ സഹായിച്ചത്, കൈത്താങ്ങായത്, ഒരു കൈത്തിരിയായത് ആ പ്രണയമാണ്. അത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മോട്ടിവേഷൻ, ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അസ്വസ്ഥതകളിടയിലും അതൊരു തലോടലായിരുന്നു. തീർച്ചയായിട്ടും. ഒരു മന്ദമാരുതനാണ്. എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് ആശങ്കപ്പെട്ടോ? ഇപ്പോൾ അതില്ല. അതല്ലേ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ കാണുന്നുണ്ട്. അതില്ല. അത് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രണയം എന്നുള്ള സംഗതി ഒരിക്കലേ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ്. നമ്മളൊരു ആകസ്മികം സംഭവിച്ചു. അതായത് നമുക്കൊരു ആരെങ്കിലും സ്നേഹിക്കാൻ, ഞാൻ പറയാം, നിങ്ങൾക്ക് ആരെങ്കിലും ഇയാളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വേണേ അതായത് സംഭവിക്കുന്നതാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് സംഭവിക്കും. ദേവനത് എത്ര കാലം നിന്നിരുന്നു ആ പ്രണയം? കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു നഷ്ടദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ആർക്കും ഇല്ലാത്തത്. നഷ്ടസ്വപ്നങ്ങളെ എന്താ പാട്ട് ദേവൻ? ഒരു പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണത്. പാടിക്കുക ദേവൻ, നല്ല പാട്ട്. അയ്യോ, ആ പാട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടാം ഈ സമയത്ത്. പാട്ട് ആ പ്രണയത്തിന് വേണ്ടി ഒരു ഗാനപുഷ്പം നമുക്ക് സമർപ്പിക്കാൻ ദേവ. പാടാൻ അറിയണ്ടേ? പാടാൻ അറിയാവുന്ന ആളാണ് ദേവൻ, എനിക്കറിയാം. എങ്ങനെ അറിയാം? എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ബിട്ടാസിന്റെ മുമ്പിലോ എൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നുമില്ല. ഞാനൊരാളെ പഠിക്കുമ്പോൾ ദേവൻ അറിയാൻ അത്യാവശ്യം ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ, അറിയാലോ. ദേവൻ അത്യാവശ്യം പാടാറുണ്ട്, പാടിയിട്ടുണ്ട്. ഒരു ഡിഫറൻസ്. ലെറ്റസ് ഓക്കെ. അയ്യോ, എന്ത് പാടാൻ ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ആ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഈ പാട്ടിലൂടെ അത് തളർക്കും. മധുര 17കാരി, എൻ്റെ മധുര 17കാരി, ഹൃദയത്തറവാട്ടിൽ ഭാഗത്തിനെത്തിയ മധുര 17കാരി, ഹൃദയത്തറവാട്ടിൽ ഭാഗത്തിനെത്തിയ മധുര 17കാരി. ഇനി എനിക്ക് ലൈൻസ് അറിയില്ല. നന്നായി പാടുന്നു ദേവൻ. നന്നായിട്ടൊന്നും പാടുന്നില്ല. ദേവനെ ഞാൻ റിയാലിറ്റി ഷോയിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയി കൊണ്ടുവരാൻ പോവുക.